അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൊറോട്ട പൂരിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിക്ക് അളവൊന്നുമില്ല കേട്ടോ, ഏത് അളവിലും എടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിനാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കരുത്. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് കുടിക്കൂട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലാക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒരുപാട് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ് കേട്ടോ അത്. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മാവ് വെക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് വലിയ ഉരുളകളാക്കിയിട്ടാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഉരുളകളാക്കിയിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പൊടി തൂവിയിട്ട് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഓരോ ഉരുളകളെടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി വെക്കുക. ഓരോന്നും ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ പരത്തി വെക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് പൊടിയൊന്ന് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ഇതേ വലുപ്പത്തിലുള്ള ഒരു പാകത്തിനാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലൊരു 5 ഉരുളകൾ ഞാൻ ഒന്നിച്ചൊന്ന് പരത്തിയെടുത്തിട്ട് ആണ് ഇതുപോലെ ലെയറുകളാക്കി വെച്ചിട്ടോ പിന്നെ നമ്മൾ വീണ്ടും പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. വീണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞാൻ മൈദ വെച്ചിട്ടുള്ളൊരു പൊറോട്ട പൂരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ വേറൊരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതും കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പം നമ്മളൊരു 5 ഉരുളകൾ ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ട് സെയിം രീതിയിൽ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല ലെയറുകളായിട്ട് ഉൾഭാഗം ഉണ്ടാവും കേട്ടോ. പൂരിയുടെ പൊറോട്ട പൂരി എന്ന് പറയുമ്പോൾ പൊറോട്ടയുടെ ആ ഒരു ഇത് കിട്ടണമല്ലോ, ആ ഒരു ലെയറുകൾ കിട്ടണം, എന്നാലേ നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 5 ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ ഞാനിത് പരത്തിയെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും കേട്ടോ. ഇല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല. പൊടി ഇട്ടിട്ട് പരത്തണമെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും എല്ലാ ഭാഗവും ഒരേ രീതിയിലുള്ള കനത്തിലാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് കൈ വെച്ചിട്ട് വലിച്ചാൽ തന്നെ വലിയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി ഓരോന്നും നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ചെറിയ ചെറിയ ഇതായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒന്ന് തന്നെ നമുക്കൊന്ന് 2 പീസാക്കിയിട്ട് മാറ്റിയെടുക്കാനും പറ്റും. അതൊക്കെ ഓരോരുത്തർ സൗകര്യം പോലെ ചെയ്താൽ മതി. എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട്
2 പീസാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ലെയറുകളായിട്ടുണ്ടാവും ചെയ്യും. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ പുരട്ടി കൊടുക്കുക, പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 5 ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് പരത്തിയിട്ട് കൂടുതലായിട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും സൗകര്യത്തിനനുസരിച്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കനം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെയിം രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ വലിപ്പമൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഒരുപാട് വലിയ പൂരിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഈ ചെറിയ ചെറിയ പൂരികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതന്നെ ഒരു പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. ഇനി നമ്മൾ ഓരോന്നായിട്ട് പരത്തിയിട്ട് ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി റോളർ എടുത്തിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി. ഈ ഒരു കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഓരോന്ന് പരത്തിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് 2-3 പരത്തുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് പരത്താൻ നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. അതാവും കുറച്ചും കൂടെ ഈസി. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പൂരിയുടെ അത്രയും ഒരു ഒറ്റ പൊള്ളയായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നില്ലെങ്കിലും ഇതുപോലെ തന്നെ ലെയറുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒറ്റ പൊള്ളയായിട്ട് വരുമല്ലോ, അങ്ങനെ വരില്ല. ഇത് നമ്മൾ ലെയറുകൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ലെയറുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിലൊക്കെ ഒരുപാട് ലെയറുകളായിട്ടാണ് ഈ ഒരു പൂരി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു പ്രാവശ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. പൂരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ദിവസങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഒഴിവുള്ള കിട്ടുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള റെസിപ്പികളൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫുഡുകളൊക്കെ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ, റെസിപ്പീസൊക്കെ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അറിയിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ മാക്സിമം ഞാനത് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലെയറുകൾ ഉണ്ട് കേട്ടോ. നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മൈദ കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. നമ്മൾ സാധാരണ ഹോൾ വീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. തവിടുള്ള ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി മൊത്തം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാം കൂടെ ഒന്നും ഫ്രൈ ചെയ്യുന്നത് കാണിക്കണില്ല, ഒരുപാട് ലെങ്തി ആയി പോവും. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ്. ഏത് കറീൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതുപോലെ നല്ല ലെയറുകളായിട്ടാണ് ഉൾഭാഗം ഉണ്ടാവുക, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.